എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇത് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് തേങ്ങാപ്പാലിട്ടൊരു ഏത്തപ്പഴക്കറിയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ വളരെ ടേസ്റ്റിയാണ്, അല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇതിനാവശ്യമായ ചേരുവകൾ: 2 പഴുത്ത ഏത്തപ്പഴം വട്ടത്തിലരിഞ്ഞത്, 1/2 മുറി തേങ്ങ, അതിന് തേങ്ങാപ്പാൽ എടുക്കണം, പിന്നെ 3 ടീസ്പൂൺ പഞ്ചസാര, ഞാൻ 3 ഏലക്കയുമായിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ്, പിന്നെ കാഷ്യൂ നട്ട്സ്. ഇനി നമുക്ക് 2 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുക്കാം. അതിൽ 1/2 ഗ്ലാസ് ഒന്നാം പാൽ മാറ്റണം, പിന്നെ 1/2 ഗ്ലാസ് രണ്ടാം പാൽ എടുക്കണം. ഇത് കണ്ടോ, 1/2 ഗ്ലാസ് രണ്ടാം പാൽ കിട്ടി, 1/2 ഗ്ലാസ് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ രണ്ടാം പാലിലേക്ക് 2 ഏത്തപ്പഴം വട്ടത്തിലരിഞ്ഞത് ആഡ് ചെയ്യാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇനി ഇട്ടതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര 3 ടീസ്പൂൺ പഞ്ചസാര, 3 ഏലക്ക ചതച്ചതുമായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാര കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്തോളൂ. ഒരു 8-10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്യാം. ഒന്നാം പാൽ ആഡ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിം ആക്കണം. പിന്നെ 1-2 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കിയാൽ മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. 1/2 ടീസ്പൂൺ നെയ്യ്, കുറച്ച് കാഷ്യൂ നട്ട്സ്, ഒന്ന് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഫ്രൈ ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി കറിയിലേക്കിട്ട് കറി ഗാർണിഷ് ചെയ്യാം. ഇതേ കറി തന്നെ നമുക്ക് വട്ടത്തിലരിയാതെ നമുക്ക് 4ആയിട്ടും അരിയാം. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുന്നുണ്ട്. ഇത് 4ആയിട്ട് അരിഞ്ഞാണ്. അത് തേങ്ങാപ്പാലിലിട്ട് വരുമ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 4ആയിട്ട് അരിഞ്ഞാലും മതി. ഇത് അപ്പത്തിനോട് സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. അപ്പത്തിനോട് കഴിക്കാനായിട്ട് നമുക്ക് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. എൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.